നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു റോഡ് നോക്കിയോ, ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്. നിങ്ങൾ ഈ ഒരു റോഡ് നോക്കി, എന്തായാലും ഫുൾ സ്ട്രെയിറ്റ്. ഈ ഒരു കടൽ എന്ന് പറയുന്നത് ഇതിനൊരു പച്ച ഒരു കളറാണ്. നോക്കി, ഈ ഒരു കടലിനൊരു നീല ഷെയ്ഡ്. ഈ ഒരു കടൽ അത്യാവശ്യം സീനായിട്ടാണ്. ഇത് കണ്ടില്ലേ, നോക്കി ഇവിടെ കുറേ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 2006 സുനാമി വന്നപ്പം പോയതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ മീനെല്ലാം വന്നിട്ടുണ്ട്. ഒരു വിധത്തിൽ മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അമ്പലത്തിലാണ്. ജസ്റ്റ് വണ്ടി ഇവിടെ കൊണ്ടിട്ടു. അങ്ങനെ നമ്മുടെ ട്രെയിനും ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പോലെ നമ്മൾ ഹോട്ടലിൽ നല്ല ഇറങ്ങിയിട്ട് നേരെ ഇനിയിപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടിക്കാണ് പോകുന്നത്. ധനുഷ്കോടിക്ക് ഇവിടുന്ന് 53 കിലോമീറ്ററേ ഉള്ളൂ. ഈ ഒരു റോഡ് തന്നെയാണ് നേരെ പോകുന്നത്. നമ്മൾ ഈ ഒരു ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ എടുത്തത്. റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. നമ്മളിവിടെ എങ്ങനെ എത്തിയെന്നുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് അടിയിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് കയറി കാണുക കേട്ടോ. അപ്പോൾ എന്തേ നമ്മുടെ സീജ ഇവിടെ മുണ്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ. എടുത്തു പറയുന്നത് ഫുൾ സെറ്റ്. ഓ എന്നാ ശരി, ഒന്നും കൊടുക്കാതിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പോയി കഴിക്കാമെന്ന് ഓർത്തു. ഈ ഒരു ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. സമയം ഇപ്പം 11:45 നമ്മൾ ഒത്തിരി താമസിച്ചു പോയി ഇറങ്ങാനായിട്ട്. അപ്പോൾ എന്താ ബിരിയാണിയാണ് പറഞ്ഞത്. ഇത് വെജ് ബിരിയാണിയാണ്, അവിടെയും വെജ് ബിരിയാണിയാണ്. നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു റോഡ് നോക്കിയോ, ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്. അത് കണ്ടോ, നമ്മുടെ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ ഈ സൈഡിലൊരു ചെറിയൊരു റിവറും ഉണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല വലുതാണ്. മറ്റേ നമ്മുടെ വൈഗ റിവർ ഈ ഒരു സൈഡിൽ കൂടാണ് അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൂടെ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടോ, സൈഡിൽ കണ്ടോ വെള്ളം കിടക്കുന്നത് കണ്ടോ. ഈ ഒരു സ്ഥലം നോക്കിയാൽ ഫുള്ള് 2 സൈഡ് മൊത്തം പനയാണ്. അയ്യേ, ഇത് മറ്റേ ആ ഒരു കഴിക്കുന്ന അത് പനങ്ങാന്ന് പറയാം. അത് അതിന്റെ ചെറിയൊരു മധുരമുള്ളൊരു ടൈപ്പ് കള്ളൊക്കെ കിട്ടും. അപ്പോൾ ഇത് നോക്കിയാൽ എന്തോരം പനിയാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇവിടെ കയറി ജസ്റ്റ് പെട്രോൾ അടിക്കാം. പെട്രോളിന് 2 പോയിന്റും കൂടെ ഉണ്ട്. നമ്മളിപ്പം ടോട്ടൽ 593 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഈ ഒരു സൈഡിൽ കടൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർബർ കാണാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ റെയിൽവേ പാളം കാണാം. ഇനി നമ്മൾ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പം പാലത്തിലേക്കാണ്. ഞങ്ങൾ ജസ്റ്റ് അവിടെ എവിടെയെങ്കിലും നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തിയിട്ട് അങ്ങോട്ട് പോയി കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ഈ ഒരു സൈഡിൽ നോക്കി ഇതുണ്ടാ സെറ്റാണ്. അതുകൊണ്ടോ അങ്ങ് കാണുന്നതാണ് നമ്മുടെ ഹാർബർ. അതുകൊണ്ടോ രാമേശ്വരം ഹാർബറാണ് ആ കാണുന്നത്. എന്തോരം ബോട്ടും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നതെന്ന് നോക്കി. അങ്ങനെ നമ്മളിതേ പാമ്പം പാലത്തെ കൂടാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. സൈഡിൽ ഇപ്പോൾ 2 റെയിൽവേ പാളം വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു റോഡ് നോക്കിയേ, ഈ പാലം നോക്കിയേ, സ്ട്രെയിറ്റ് ഫുൾ സ്ട്രെയിറ്റ് റോഡ്. നമ്മളിപ്പോൾ ഇവിടെ കയറുന്നില്ല, കാരണം ഇപ്പം കറക്റ്റ് 12:30 നട്ടുച്ച സമയം കൂടാണ്. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞിരിക്കും. ഞങ്ങളിപ്പോൾ നേരെ രാമേശ്വരം പോകാമെന്ന് വെച്ചു. കാരണം ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ശോകമായി പോവും. ഇതുകൊണ്ടില്ല, ഇവിടെ ഇഷ്ടംപോലെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഒരു വൈകുന്നേരം ടൈമിൽ പോയിട്ട് തിരിച്ചു വരാം. അപ്പോഴേക്ക് ഈ ഒരു സ്ഥലമെല്ലാം നമുക്ക് ഫുള്ളായിട്ട് നല്ലപോലെ കാണാം കേട്ടോ. നമ്മൾ രാമേശ്വരം സിറ്റിയിൽ കയറിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറുന്നതിന് 100 രൂപ നമുക്ക് ഒരു ഫീസ് ഉണ്ട് കേട്ടോ. ഫീസ് ഒരു ടോള് പോലെ രാമേശ്വരം മുനിസിപ്പാലിറ്റിയുടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. അതുപോലെ തന്നെ റോഡെല്ലാം ഫുള്ള് ശോകമായിട്ട് കിടക്കുവാണ്. നമ്മളിപ്പം ജസ്റ്റ് ആ ഒരു രാമേശ്വരം ആ ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവാണ്. ആ കാണുന്നതാണ് നമ്മുടെ രാമേശ്വരം ടെമ്പിൾ. ഭയങ്കര ട്രാഫിക്കാണ്. അതുപോലെ തന്നെ റോഡും ഭയങ്കര ശോകമാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ രാമേശ്വരത്തെ ആ ഒരു അമ്പലം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ അങ്ങ് വണ്ടി ഇടാനുള്ള സൗകര്യമില്ല. നമ്മൾ ജസ്റ്റ് ഇതിലേ ഇങ്ങനെ വന്നതാണ്.
ഇവിടുന്ന് റൈറ്റ് പോകത്തില്ലല്ലേ, ലെഫ്റ്റ് പോകണം. നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുവാണ്. ഇവിടെ വണ്ടി നിർത്താനും വണ്ടി പാർക്ക് ചെയ്യാനും ഒന്നും സ്ഥലമില്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് നേരെ തിരിച്ചു പോവാം. ഇതുണ്ടല്ലേ ഈ ഒരു സൈഡിൽ നിന്നുള്ള അമ്പലത്തിൻ്റെ വ്യൂ. ഇതുണ്ട. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ആ രാമേശ്വരം ടൗണിൽ നിന്നൊക്കെ ഇറങ്ങി. ഫുള്ള് ട്രാഫിക്കായിരുന്നു. ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കായിരുന്നു. അതുപോലെ തന്നെ റോഡും ഭയങ്കര മോശമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടിക്കാണ് പോകുന്നത്. ധനുഷ്കോടിക്ക് ഇവിടുന്ന് 17 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പക്ഷെ റോഡൊക്കെ ഭയങ്കര ശോകമാണ് ഇവിടുത്തെ. അവിടോട്ട് ചെന്ന് കഴിയുമ്പോഴേക്ക് നല്ല കിടിലൻ റോഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറിയൊരു അവിടെ ഒരു 20 രൂപ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടുന്നത് അതൊക്കെ നോക്കുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് അറിയത്തില്ല. ചെറിയൊരു ടോള് പോലെ. അപ്പം നമുക്ക് പോകുന്ന ഒരു റൂട്ട് ഉണ്ട് ഈ ഒരു നമ്മുടെ ഒരു മാപ്പിൽ. അതുപോലെ തന്നെ റോഡ് നോക്കിക്കേ. നമ്മൾ ഇത് നോക്കിക്കേ, 2 സൈഡും ഫുള്ള് വെള്ളം. നമ്മൾ നടുക്കൂടെ പൊക്കോണ്ടിരിക്കുവാണ്. നമുക്ക് കിട്ടില്ലൻ റോഡായി കേട്ടോ. ഇത് നോക്കിക്കേ, അങ്ങ് ലൈറ്റ് ഹൗസും കാണാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ധനുഷ്കോടി എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ സൈഡ് രണ്ടും ഫുള്ള് കടകളാണ്. 2 സൈഡിലും ഫുള്ള് കടകളാണ്. ഓ, ഇത് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസ് ഓപ്പൺ ആയിട്ടില്ല. ധനുഷ്കോടി നമ്മൾ ഫ്രണ്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ പോകുന്നത് അരിച്ചൽ മുനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അതായത് ഈ റോഡ് ചെന്ന് തീരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചൽ മുനി എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ്. അതാണ് ധനുഷ്കോടി എന്ന് എല്ലാവരും പറയുന്നതേ ഉള്ളൂ. പക്ഷെ അതാണ് ആ ഒരു സ്ഥലത്തിൻ്റെ കറക്റ്റ് ഒരു പേരെന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു റോഡ് നോക്കി, എന്തായാലും ഫുൾ സ്ട്രെയിറ്റ്. ഇവിടുന്ന് ഏതാണ്ട് ഇനി 3-4 കിലോമീറ്ററും കൂടെ ഉള്ളു അങ്ങോട്ട്. ഇവിടെ ഭയങ്കര ക്രൗഡാണ് ഈ ഒരു ഏരിയയിൽ. ഇത് നോക്കി, എന്ത് വണ്ടിയാ കിടക്കുന്നതെന്ന് നോക്കി. ഊഹിയോ, നമ്മള് പെട്ടു. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. ഇവിടെ എങ്ങും വണ്ടി ഇടാനും സ്ഥലമില്ല. ഇവിടെ നിന്ന് തിരിച്ച് പുറയിൽ എവിടെയെങ്കിലും കൊണ്ടിടുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു വഴി എന്ന് പറയുന്നത്. വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. തോന്നിക്കേ, അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം നടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വണ്ടി ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറച്ച് അപ്പുറത്താണ്. ഇവിടെ നടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കടൽ എന്ന് പറയുന്നത് ഇതിനൊരു പച്ചയൊരു കളറാണ്. ഇത് എനിക്ക് അത്യാവശ്യം നല്ല രസമുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ട്. അയ്യോ, വെള്ളം കുറവുള്ള ടൈമിൽ നമുക്ക് ഇതിലേക്ക് നടന്ന് അങ്ങോട്ട് പോകാം. പക്ഷെ ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമുണ്ട്. ആ ഒരു ഭാഗത്താണ് നമ്മുടെ ശ്രീലങ്കയും കാര്യങ്ങളൊക്കെ. അത് കാണത്തൊന്നുമില്ല. ഈ ഒരു ഭാഗത്താണ്, നേരെ കാണുന്ന ആ ഒരു ഭാഗത്താണ് ശ്രീലങ്കയും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം അങ്ങോട്ട് നടന്നു പോകാൻ പോലുള്ള ഇതില്ല, മൊത്തം വെള്ളമാണ്. നമ്മളപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നു. ഈ ഒരു കടലിൽ നോക്കി, ഈ ഒരു കടലിനൊരു നീല ഷെയ്ഡ്, ഒരു മീൻ കിടക്കുന്ന നോക്കി. അതുണ്ടോ? ഓ, അതിൻ്റെ അകത്തൊരു മീൻ കിടക്കുന്നത് കാണാം കേട്ടോ. ഈ ഒരു കടൽ ഇച്ചിരി സീനാണ്. മറ്റേത് ഇത്രയും പ്രശ്നമില്ല. അത് ചുമ്മാ നല്ല ശാന്തമായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു കടൽ അത്യാവശ്യം സീനായിട്ടാണ്. ഇത് കണ്ടില്ലേ, അവിടെ ഒത്തിരി ആൾക്കാർ വള്ളത്തേലൊക്കെ പോകുന്ന കാണാം. വണ്ടി അപ്പം എന്താ ഇവിടെ കൊണ്ടിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ മീൻ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഒരു 10 മിനിറ്റ് സമയം എടുക്കും. അപ്പം ജസ്റ്റ് ഇതിൽ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇത് നോക്കിയാൽ ഇവിടെ കുറേ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. എല്ലാം പക്ഷേ മൊത്തം നശിച്ചു പോയി. കണ്ടില്ലേ, ഫുള്ളെല്ലാം ഡാമേജ് ആയിട്ട് കിടക്കുവാണ്. ഇല്ല, ശരിക്കും പറഞ്ഞാൽ 2006 സുനാമി വന്നപ്പം പോയതാണെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായതാണ്. ഫുള്ള് നശിച്ചു പോയി. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. വാ. അങ്ങനെ നടന്ന് അവസാനം ഈ ഒരു ബീച്ചിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നോക്കി, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടോ, പിള്ളേരെല്ലാം വെള്ളത്തിൽ കളിക്കുവാണ്.
ആ മോനെ എന്താ ചെരുപ്പോ ഇത് വാങ്ങിക്കേ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. ഓടിയിട്ടും അങ്ങ് എത്തിയില്ല. എൻ്റെ ചെരുപ്പല്ല പറന്നു പോയി അതിൻ്റെ ഇടയ്ക്ക്. എന്തായാലും വന്നു. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ മോന് എന്തായാലും ഫുള്ള് നനഞ്ഞു. ആഹാ ഇത് ഇച്ചിരി കലിപ്പനാട്ടോ, ഫുള്ള് സീനാണ്. എൻ്റെ കലാവിരുതുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൊത്തം നനഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ ഫുള്ള് നനഞ്ഞ. നമ്മൾ പറഞ്ഞ മീനെല്ലാം വന്നിട്ടുണ്ട്. നോക്കിക്കേ ഇത് 2 മീനാണ്. അതായത് 2 വെറൈറ്റി മീനുകളാണ്. നിങ്ങളിത് മൊത്തം കഴിക്കും കേട്ടോ. ഇത് ഫുള്ള് കഴിക്കണം. ഇത് കൊള്ളാം കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ കഴിച്ച കൂട്ടല്ല, ഇത് സൂപ്പർ സാധനമാണ്. ഇതുണ്ട്. ഒരു വിധത്തിൽ മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. നമ്മളത് അവിടെ നിന്ന് കയറി കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. ശ്രീ ശരവണ ഹോട്ടൽ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ശ്രീ മാത്രമേ ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണത്തുള്ളൂ സുഹൃത്തുക്കളെ. അത് മൊത്തം ഞങ്ങൾ കഴിച്ചു കേട്ടോ. അതിനാണ് നല്ല അടിപൊളി ഫുഡായിരുന്നു. അതെ, ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അത് മൊത്തം കഴിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. ഇത് കണ്ടില്ല, ഇവിടുത്തെ ഒരു വ്യൂ നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ഫുള്ള് ആ ഒരു റോഡും അതുപോലെ തന്നെ അതെ ഇങ്ങോട്ടും ഫുള്ള് സെറ്റാണ് കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡും കടലാണ്. വേറൊരു വൈബാണ് കേട്ടോ മൊത്തത്തിൽ. ഇപ്പോൾ സമയം ഏതാണ്ട് 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ രാമേശ്വരത്തേക്ക് പോവാം. നമ്മൾ അപ്പോൾ അവിടെ നിർത്തിയെടുത്തു നേരെ ഫ്രണ്ടിലേക്ക് വന്നു. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്. ജസ്റ്റ് അതിൻ്റെ അടുത്ത് വരെ പോകാമെന്ന് ഓർത്തു. കയറുന്നില്ല, കാരണം ഇപ്പം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പം അവിടെ കയറുന്നത് അത് ശരിയല്ല. ഇതുണ്ട്, ഈ ഒരു സൈഡൊക്കെ കടലാണ്. ആ സൈഡും കടലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. ഉണ്ട് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം കയറുന്നില്ല. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ രാവണൻ്റെ ബ്രദറിൻ്റെ പട്ടാഭിഷേകം ലോർഡ് രാമൻ നടത്തിയത്. വീബേഷൂണർ എന്ന് പറയുന്ന ആളുടെ അല്ലേ. നമുക്ക് ഒരു ദിവസം വേറൊരു ദിവസം ഒന്നുകൂടെ വരുന്നുണ്ട്. എന്തായാലും ആ ഒരു ടൈമിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോവാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ചു പോകുവാണ്. അയ്യോ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. പാർക്കിങ്ങിന് സ്പേസും കുറവാണ്. ഫുൾ സീനാണ്. നമ്മളിപ്പം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അമ്പലത്തിലാണ്. ജസ്റ്റ് വണ്ടി ഇവിടെ കൊണ്ടിട്ടു. ഇത് നോക്കി, ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഫുള്ള് സെറ്റായിട്ടുണ്ട്. എൻ്റെ പിന്നെ ഈ ഒരു സൈഡ് ഇതെല്ലാം കടലാണ്. ഈ കാണുന്ന കടലാണ്. നമ്മളിപ്പോൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങൊരു ലൈറ്റ് ഹൗസ് കാണാം. അതിൻ്റെ അവിടെയാണ് നമ്മൾ പോയതിപ്പം. ഇത് കണ്ട, ഈ ഒരു അമ്പലത്തിലാണ് ഇപ്പം ജസ്റ്റ് കയറിയിട്ട് വന്നത്. കയറിയില്ല, വെളിയിൽ നിന്ന് കണ്ടിട്ട് വന്നത്. അപ്പം ഞങ്ങളിത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ, പാമ്പൻ പാലത്തേക്കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സൈഡ് മൊത്തം ഈ വള്ളമൊക്കെ കെട്ടിയിട്ടേക്കുന്നത്, വള്ളവും ബോട്ടും. ഇവിടെ ഒരാൾ ഡ്രസ്സൊക്കെ മാറി. ഇത് നോക്കിയാൽ എന്തോരം ബോട്ടുകളാണ് കിടക്കുന്നതെന്ന്. ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിത് ആ ഒരു ഭാഗത്ത് പോകണം, എന്നാലേ അവിടെ അത് കാണത്തുള്ളൂ. ഇവിടെ ഒരു പുതിയ ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ വീടുകൾ പോലെ ഇത് കാണാം. ഇതെല്ലാം അവിടെ നോക്കിയാൽ മീനെല്ലാം കൊണ്ടുവന്നിട്ട് ഉണക്കാനൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് എന്തോരമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ പുതിയൊരു ട്രെയിൻ പാളത്തിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുണ്ടോ, ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുതിയത്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പഴയതാണ്. നോക്കിയേ, ട്രെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് നോക്കിയാൽ ഫുള്ള് ബോട്ടുകൾ കിടക്കുന്നത്, എന്തോരം എണ്ണമാണ്.
അതുപോലെ തന്നെ അടിപൊളി ഒരു വ്യൂവും കൂടാണ്. ആ ഒരു തെങ്ങൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഒരു വൈബാണിത്. അതുപോലെ തന്നെ കറക്റ്റ് സൺസെറ്റ് ആകുന്ന ഒരു ടൈമും കൂടാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തായിരുന്നു, പക്ഷേ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് നടന്നു വരാൻ ഓർത്തു. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ആ കാണുന്നതാണ് പുതിയതായിട്ട് പണിയുന്നത്. ഇത് നമ്മുടെ ഇപ്പം നിലവിലുള്ളത്. പക്ഷെ ട്രെയിൻ എപ്പോഴാണെന്ന് അറിയത്തില്ല. ട്രെയിനിലൊക്കെ കയറിയിട്ട് നമ്മൾ പോകത്തുള്ളായിരുന്നു. എന്തായാലും സംഭവം ചുമ്മാ വേറെ ലെവല്. ട്രെയിൻ ഒരെണ്ണം അവിടുന്ന് വരുന്നുണ്ട്. അത് ഹോണടി മാത്രമേ കേട്ടുള്ളൂ. അതെ വരുന്നുണ്ട് കേട്ടോ. അതിങ്ങോട്ടൊന്ന് വരട്ടെ. അപ്പം എന്താ ഇതാണ് നമ്മുടെ ഈ ഒരു പാലം എന്ന് പറയുന്നത്, പാമ്പൻ പാലം. എന്ത് രസമല്ലേ കാണാനായിട്ട്. സെറ്റ്. എന്തായാലും അതും കൂടി ഇങ്ങ് വരട്ടെ. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത്. ട്രെയിൻ അതിലേ ഇങ്ങനെ വരുന്നുണ്ട്. ഭയങ്കര സ്ലോയിലാണ് കേട്ടോ അത് വരുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ട്രെയിൻ വരുന്നത്. അങ്ങനെ ട്രെയിനിൻ്റെ പകുതിയോളം അപ്പുറം വരെ പോയിട്ടുണ്ട്. ഇത് കണ്ട എന്തോരം നീളമാണെന്ന് നോക്കിയേ. അയ്യ, കറക്റ്റ് സമയത്താണ് കേട്ടോ നമ്മൾ വന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു കാഴ്ചയെ കാണാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതായത് ട്രെയിനൊക്കെ പോയി. നമ്മളിപ്പം ജസ്റ്റ് ഇപ്പുറത്തേക്ക് വന്നതാണ്. ഈ ഒരു പാലം എന്ന് പറയുന്നത് ശരിക്കും വണ്ടിയൊക്കെ പോകുമ്പോഴേക്കും നല്ലപോലെ കുലുങ്ങുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, മറ്റേ സസ്പെൻഷനിലൊക്കെ നിൽക്കുന്ന പോലെ. അത് നമ്മുടെ ട്രെയിൻ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 5:45-ലാണ്. അപ്പോൾ അവിടുന്ന് ഒരു 5:30, 5:15, 5 മണിയൊക്കെ ആ ടൈമിലായിരിക്കും എടുത്തേക്കുന്നത്. അതിനെക്കുറിച്ച് കറക്റ്റ് അറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നോക്കി വരുവാണെങ്കിൽ ഇതിൽ ട്രെയിൻ പോകുന്ന കാണാം. അല്ലെങ്കിൽ ട്രെയിൻ കയറുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കയറാം. ഇവിടുന്ന് നേരെ മധുരയ്ക്കാണ് ട്രെയിൻ പോകുന്നത്. അല്ലെങ്കിൽ മധുരയിൽ നിന്ന് നേരെ ഇങ്ങോട്ടും നമുക്ക് ട്രെയിൻ കയറി വരാവുന്നതാണ്. സീനൊന്നുമില്ല. ഇത് നോക്കി ഒരു പരുന്ത് പോകുന്നേ. വേണ്ട മണ്ടേ കൂടെ ഒരെണ്ണമുണ്ട്. അത് നിങ്ങൾ ഇവിടുന്ന് ആകാശത്തിൻ്റെ കളറൊന്ന് നോക്കി, എന്ത് രസമാണെന്ന് കാണാം. ഒരു ചുമലയും ഓറഞ്ചും ഷെയ്ഡൊക്കെ കയറിയ ഒരു നീല കളർ, കുറേ കളറുകളുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു വെള്ളവും നല്ല രസമുണ്ട്. ബോട്ടുകളും എല്ലാം കൂടെ കിടക്കുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങളിതേ പോയി വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരു ട്രെയിനും കൂടെ പോയായിരുന്നു. ഞാൻ പക്ഷേ അപ്പോഴേക്കും വണ്ടി എടുക്കാൻ പോയായിരുന്നു കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഫുൾ ബ്ലോക്കാണല്ലോ. ഇവിടെ ഈ ഒരു വണ്ടി എടുത്താൽ മാത്രമേ ആ ഒരു ബ്ലോക്ക് മാറത്തുള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. അത് ഇവിടെ ഒരു പശുവൊക്കെ ഉണ്ട്. ഹൈ ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞാൻ കടിച്ചായയാണ് കുടിക്കുന്നത്. ഇവിടെ ഒരാൾ ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കുടിച്ചിട്ട് പോകുമ്പം കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ വണ്ടി നമ്മൾ പാമ്പൻ പാലത്തിൽ നിന്ന് എടുത്തിട്ട് നേരെ ഒരു 100 കിലോമീറ്റർ നിർത്താതെ തന്നെ വണ്ടി ഇങ്ങ് ഓടിച്ചു. ഇനി നമുക്ക് ടോട്ടൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 കിലോമീറ്റർ ഉണ്ട്. 400 കിലോമീറ്ററിൽ നമ്മൾ 100 കിലോമീറ്റർ കവർ ചെയ്തു. ബാക്കി 300 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്കൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്ത് അതെ മോർ വീഡിയോസ് നിങ്ങൾ കാണണം. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റും എന്തായാലും തീർച്ചയായിട്ടും ഇടുക. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്തിനാണ് പോകുന്നത്. അപ്പോൾ അതൊന്നും കൂടുതൽ എടുക്കുന്നില്ല, കാരണം നൈറ്റ് ടൈം ആയതുകൊണ്ട് ഒത്തിരി ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ. ടാറ്റ. സീ യു.